ദിനം ദിനം വാഴ്ത്തി ഞാൻ പാടും. മനം ദേവനെ തേടും, അനുഗ്രഹം നേടും. ദിനം ദിനം വാഴ്ത്തി ഞാൻ പാടും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 31-ാമത്തെ വാക്യത്തിൽ താൻ ഉണ്ടാക്കിയ സകലതിനെ നോക്കിക്കൊണ്ട് ദൈവം എത്രയും നല്ലത് എന്ന് കണ്ടു എന്ന് പറഞ്ഞതായി നാം കാണുന്നുണ്ട്. ഇത് നാം വീഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അത് നല്ലത് തന്നെയാണ്. ദൈവമാണ് അതുണ്ടാക്കിയത്. പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തിയോസ് 5:23 മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചുകൊള്ളുക എന്ന് നാം വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വീഞ്ഞ് നല്ലതാണ്. അത് അതിൽ തന്നെ നല്ലതാണ്. അതിന് മെഡിസിനൽ വാല്യൂ ഉണ്ട്. അതുപോലെ എത്ര കാര്യങ്ങളാണ് നല്ലത് എന്ന് പറയുവാനായിട്ടുള്ളത്. ഉദാഹരണം, ഇത് നോക്കൂ. എന്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ. ഇന്ന് ഇത് സകല മനുഷ്യരുടെയും കയ്യിൽ സർവ്വസാധാരണമാണ്. ഞാനും ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇതുമൂലമുള്ള സൗകര്യങ്ങൾ, ഉപയോഗങ്ങൾ വളരെ അനവധിയാണ്. അതുകൊണ്ടാണ് അതെല്ലാവരും ഉപയോഗിക്കുന്നത്. ഒരിക്കൽ ഒരു മാതാവും പിതാവും കൂടെ അവരുടെ മകളെ ഒരു ഡോക്ടറെ കാണിക്കുവാനായിട്ട് കൊണ്ടുചെന്നു. എന്താ പ്രശ്നം? ഈ മകൾ കുറെ കാലമായി ഒന്നും പഠിക്കുന്നില്ല. സ്കൂളിൽ നല്ല മാർക്ക് വാങ്ങിയിരുന്ന കുട്ടിയുടെ മാർക്ക് കുറഞ്ഞു വന്നു. വീട്ടിൽ പറയുന്നതൊന്നും ഈ കുട്ടി കേൾക്കുന്നില്ല, ആരെയും അനുസരിക്കുന്നില്ല, ഭയമില്ല. ആകെ കൂടെ എപ്പോഴും കാണുവാൻ കഴിയുന്നത് ഈ കുട്ടി മൊബൈലും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഈ കുഞ്ഞിനെ ശ്രദ്ധിച്ചപ്പോൾ ഡോക്ടർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഈ കുട്ടിക്ക് ശാരീരികമായി ഒരു വൈകല്യവും ഇല്ല. ചിന്തകളെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു. അതാണ് പ്രശ്നമായിരിക്കുന്നത്. ഇന്ന് ഇത് ഒരു വീട്ടിലെ മാത്രം പ്രശ്നമല്ല. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. മൊബൈൽ നല്ലതല്ലാത്തത് കൊണ്ടാണോ കുട്ടികൾ ചിന്താശക്തി നഷ്ടപ്പെടുന്നവരായി തീരുന്നത്? എത്രയോ കുട്ടികളുടെ പഠിപ്പ് പോലും ഇതുമൂലം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. മൊബൈൽ നല്ലതല്ലാത്തതുകൊണ്ടാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? പ്രിയമുള്ളവരെ, മൊബൈൽ ഫോൺ, TV, ഇന്റർനെറ്റ്, അങ്ങനെ പോകുന്നു ആ നിര. ഇതൊക്കെ നല്ലതല്ലാത്തതുകൊണ്ടാണോ ഇന്നത്തെ പ്രശ്നങ്ങൾ? ഇതിന്റെയൊക്കെ എക്സസീവ് യൂസേജ് ഒരുതരം വിഷമാണ് മനുഷ്യ ഹൃദയങ്ങളിൽ എത്തിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ സമ്മതിക്കുകയില്ലായിരിക്കാം. പക്ഷേ മകളെയും കൊണ്ട് ഡോക്ടറെ കാണുവാനായിട്ട് വന്ന ആ കുടുംബം അതിന് ഉത്തമ ഉദാഹരണമാണ്. കുട്ടികൾ രാവിലെ ഉണരുമ്പോൾ ആദ്യം തലയണയുടെ അടിയിൽ നിന്ന് എടുക്കുന്നത് മൊബൈൽ ഫോണാണ്. ചോദിച്ചാൽ എന്താ പറയുന്നത്? അലാറം അടിക്കുന്നത് കേൾക്കുവാനാണെന്നാണ് പറയുന്നത്. അതും ആവശ്യമല്ലേ? ശരി തന്നെയാണ്. ദൈവവചനവുമായി ഒരു ബന്ധവുമില്ലാതെയാണ് പിന്നീട് സ്കൂളിലേക്ക് പോകുന്നത്. അതിന് സമയം കിട്ടുന്നില്ല എന്നതും ശരിയല്ലേ? അതെ. പക്ഷേ അവർക്ക് ആവശ്യമുള്ളതിനൊക്കെ അവർ സമയം കണ്ടെത്തി. സ്കൂളിൽ നിന്നും മടങ്ങി വന്നാലും ഇതുതന്നെയാണ് അവസ്ഥ. തിരുവചനത്തിൽ നിന്നും കർത്താവിൽ നിന്നും നമ്മെ അകറ്റുന്ന എന്തും ദോഷം തന്നെയാണ്. അതിന് നാം തർക്കിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. വചനം വായിക്കുക, അത് ധ്യാനിക്കുക, കർത്താവുമായി അല്പസമയം ചിലവഴിക്കുക എന്നിത്യാദി കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, അല്ലെങ്കിൽ അതില്ലാത്തതിലുള്ള ദുഃഖം പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ ഹൃദയത്തെ എത്തിക്കുന്ന പ്രത്യേകതരം വിഷമാണ് നമ്മിൽ കയറുന്നത്. ഞാനും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ അതുമാത്രം എന്റെ ആഹാരമായാൽ, കർത്താവിനെ വേണ്ട എന്ന ചിന്ത ഞാൻ അറിയാതെ തന്നെ എന്നിൽ വരുവാനിടയായാൽ, പിന്നെ എന്താണ്
ഇത് ഉപയോഗിക്കുന്നതിലൂടെയുള്ള ഔചിത്യം. 1 തിമോഥെയോസ് 4:4 നാം വായിക്കുന്നു, എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ദൈവം നമുക്ക് നൽകിയ എന്തും സ്തോത്രത്തോടെ ഉപയോഗിക്കുവാനും അത് അനുഭവിപ്പാനും നമുക്ക് കഴിയുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ആത്മസംയമനത്തോടെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മീകമായ മരണം തീർച്ചയാണ്. ഇന്ന് പിശാചിന്റെ വൻകെണിയിൽ വീണിരിക്കുന്നവർ അനേകരാണ്. ദൈവമക്കളെ വളരെ തന്ത്രപരമായാണ് അവൻ കൈക്കലാക്കിയിരിക്കുന്നത്. അതുമൂലം ദൈവത്തിനും വേണ്ട, ദൈവജനത്തിനും വേണ്ടാത്ത ഒരുതരം ക്രിസ്തീയ ജീവിതം നയിക്കുന്നവരാണ് അനേകരും. 1 തിമോഥെയോസ് 6:17 നാം വായിക്കുന്നത്, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവം എന്നാണ്. ദൈവത്തിന് ഇതെല്ലാം നൽകുന്നതിലൂടെ ഒരു ഉദ്ദേശമുണ്ട്. എന്താണത്? 2 തിമോഥെയോസ് 2:15 നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. ഇതാണ് ദൈവിക ഉദ്ദേശം. ദൈവത്തിന് കൊള്ളാകുന്നവനായി നാം ഓരോരുത്തരും നിൽക്കണം. സമയത്തിന്റെ വിലയറിയാതെ അത് കാണുവാനുള്ള കണ്ണില്ലാത്തവരായി നാം ഒരിക്കലും തീരരുത്. മറ്റുള്ളവരുടെ മുമ്പിൽ നാം വഷളായിട്ടല്ല നടക്കുന്നത്, മാന്യമായിട്ട് തന്നെയാണ്, അത് വളരെ ശരിയുമാണ്. പക്ഷേ പിശാചിന്റെ അടിമത്വത്തിലാണോ, അവന്റെ കരവലയത്തിലാണോ നാം ആയിരിക്കുന്നത്? വളരെ സുബോധത്തോടെ കരുതലുള്ളവരായി സാക്ഷാൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവിക ചിന്ത ഹീനരായി ജനത, ദൈവിക ചിന്ത ഹീനരായി ജനത അന്ധരായി വലഞ്ഞിടുകേ, അന്ധരായി വലഞ്ഞിടുകേ.